ദൈവത്തിന് സ്തോത്രം. ഒരു ഉയർപ്പിൻ്റെ പെരുന്നാളൂടെ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങൾ വായിക്കാം. 18-ാമത്തെ വാക്യം കുറിവാക്യമായി വായിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയ വന്ന് തൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. 20-ാം അധ്യായം 1 മുതൽ 18 വരെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തിന് ഇന്നത്തെ ധ്യാനത്തിന് കൊടുക്കുന്ന ഒരു തലക്കെട്ടിങ്ങനെയാണ്: ബിയോണ്ട് ദ ടൂംബ്, കല്ലറയ്ക്ക് അപ്പുറം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുരു എന്ന ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ധലോകത്തിന്റെ താഴ്വരയിലേക്ക് കാഴ്ചയുള്ളവൻ എത്തുകയാണ്. കാഴ്ച എന്നത് മിഥ്യയെന്നും കണ്ണുകൾ പോളകൾക്ക് മധ്യ തിരിയുന്ന ഗോളമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം അജ്ഞരായ മനുഷ്യർ. അവരാണ് ഈ താഴ്വരയിലുള്ളത്. കണ്ടു എന്നാരെങ്കിലും അവിടെ പറയുന്നവർ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണെന്നും കാഴ്ചയിൽ വിശ്വസിക്കുന്നവർ പാപം ചെയ്യുന്നു എന്നതാണ് അവരുടെ ദർശനം. അന്ധരുടെ താഴ്വരയിൽ കാഴ്ചയുള്ളവനെ അവർ എല്ലാവരോടും ചേർത്ത് ക്രൂശിച്ചു. പക്ഷെ അന്തിമ വിജയം വെളിച്ചത്തിനായിരുന്നു. അവന്റെ കാഴ്ച അവരുടെ അന്ധവിശ്വാസം അകറ്റി അന്ധജനം വെളിച്ചത്തിന്റെ ലോകത്തിൽ വിശ്വസിച്ചു. ഇരുട്ടിന്റെ ഉള്ളിലൂടെ ദർശനമുള്ള മിഴികളുമായി നടക്കുന്നതിന്റെ പേരാണ് ഉയർപ്പ്. ഇരുട്ടിന്റെ ഉള്ളിലൂടെ ദർശനമുള്ള മിഴികളുമായി നടക്കുന്ന നടപ്പന്റെ പേരാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നത്. എല്ലാ സുവിശേഷകരും വിവരിക്കുന്നതാണ് കർത്താവിന്റെ പീഡാസഹനങ്ങളും ഉയർത്തെഴുന്നേൽപ്പും. ക്രിസ്തുവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് കർത്താവിന്റെ ഉയർപ്പ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 16, ലൂക്കോസിന്റെ സുവിശേഷം 24, യോഹന്നാന്റെ സുവിശേഷം 20 എന്നീ സുവിശേഷ ഭാഗങ്ങളിലെല്ലാം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം വിശദമായി വിവരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം കർത്താവിന്റെ ഉയർപ്പിനെ വിശദമാക്കുന്നത് മഗ്ദലക്കാരത്തി മറിയയുടെ കണ്ണുകളിൽ കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ച മഗ്ദലക്കാരത്തി മറിയയുടെ സാക്ഷ്യത്തിന്റെ വിവരണമാണ് വിവരിക്കുന്നത്. ഈ ഭാഗത്തെ പ്രതികരിച്ച് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന 2 ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, ഉയർത്തെഴുന്നേൽപ്പ് ഒരു തിരിച്ചറിവാണ്. റിസറക്ഷൻ ഈസ് ആൻ അവയർനെസ്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെ കർത്താവിന്റെ ഉത്ഥാനത്തിന് സാക്ഷികളായ ശിഷ്യന്മാരെ വിവരിക്കുന്നു. 11 മുതൽ 18 വരെ ഉത്ഥാനത്തിന് സാക്ഷിയായ മഗ്ദലക്കാരത്തി മറിയയുടെ അനുഭവങ്ങൾ വിവരിക്കുന്നു. ഖെംദ എന്നാണ് ഉയർപ്പിന് ഉപയോഗിക്കുന്ന സുറിയാനി പദം. ഇതിന്റെ അർത്ഥം എഴുന്നേറ്റ് നിൽക്കുക എന്നാണ്. തളർന്ന പ്രതീക്ഷകൾ പോയ ശിഷ്യന്മാരുടെ, മഗ്ദലക്കാരത്തി മറിയയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് യോഹന്നാന്റെ സുവിശേഷം 20:1 മുതൽ 18 വരെ വിവരിക്കുന്നത്. 1-ാം വാക്യത്തിൽ മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കലെത്തി എന്ന് വായിക്കുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ തന്നെ എന്ന് ഗ്രീക്ക് വ്യാഖ്യാനത്തിൽ നിന്നും മനസ്സിലാക്കാം. 4-ാം യാമം 3 മുതൽ 6 വരെയുള്ള മണിക്കൂറുകളാണ്. 3 AM to 6 AM. പാലസ്തീനിൽ ശവസംസ്കാരം കഴിഞ്ഞ് 3 ദിവസം യഹൂദന്മാർ കല്ലറയ്ക്കൽ പോകാറുണ്ട്. കാരണം 3 ദിവസം ആത്മാവ് ശവക്കല്ലറയിൽ കാണും എന്ന വിശ്വാസമാണ്. ഈ ദിവസങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഉറ്റവർ പോകും. ഇവിടെ മഗ്ദല മറിയം കർത്താവിന്റെ കല്ലറയിൽ തകർന്നിരിക്കുന്നതാണ് ചെന്നപ്പോൾ കണ്ടത്. അവിടെ കാണുന്നത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ നിൽക്കുന്നതും നമ്മൾ വായിക്കുന്നു. ഇതൊരു തിരിച്ചറിവാണ്. റോമൻ ഗവൺമെന്റ് മുദ്ര ചെയ്ത ശക്തമായ കാവൽ പൊട്ടിപ്പോയി എന്ന തിരിച്ചറിവാണ് യോഹന്നാൻ
വായനക്കാരോട് പറയുന്നു. ഇതൊരു രാഷ്ട്രീയ തിരിച്ചറിവാണ്, എ പൊളിറ്റിക്കൽ അവയർനെസ്. റോമൻ ഗവൺമെന്റ് നൽകുന്ന സമാധാനവും അഥവാ പാക്സ് റൊമാന, കാവലും അതിജീവിക്കുന്ന തിരിച്ചറിവാണ് മറിയയ്ക്ക് ലഭിക്കുന്നത്. ഇത് യോഹന്നാൻ വിവരിക്കുന്നതിലൂടെ റോമൻ ഗവൺമെന്റിന് അതീതമായ ശക്തിയാണ് യേശു കർത്താവ് എന്ന് പറയാൻ യോഹന്നാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല 13-ാം വാക്യത്തിൽ മറിയ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. റോമൻ സീസറെ മാത്രമേ കർത്താവ് അഥവാ ലോർഡ് എന്ന് വിളിക്കാൻ നിയമവ്യവസ്ഥയുള്ളൂ. തിരിച്ചറിവ് ഒരു പ്രഖ്യാപനത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. യോഹന്നാൻ 20-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന തിരിച്ചറിവ് പറയുകയാണ്. പല ഘട്ടങ്ങളിലൂടെയാണ് ഈ തിരിച്ചറിവ് മറിയയ്ക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ മറിയ ഉയർപ്പിന്റെ സത്യം തിരിച്ചറിയാൻ ഒരു സമൂഹത്തിന്റെ സഹായം തേടുന്നുണ്ട്. ശിഷ്യന്മാരുടെ സഹായമാണ്. ഈ ഭാഗങ്ങളെല്ലാം വിവരിക്കുന്നത് മഗ്ദലക്കാരത്തിയുടെ അലച്ചിലുകളെ പറ്റിയാണ്. ജീവിതം മുഴുവൻ അലച്ചിലുകൾക്ക് വേണ്ടി വഴിമാറിയവളാണ്. ശാന്തമാകാൻ തുടങ്ങിയത് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ്. എന്നാൽ ആന്തരികവ്യതകൾ അവസാനിക്കുമ്പോഴും യേശുവിന്റെ കൂടെയുള്ള ശുശ്രൂഷകൾ ഒത്തിരി അലച്ചിലുകൾ ആൺ ശിഷ്യഗണങ്ങൾക്കൊപ്പം ഇവൾക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വ്യതകളും അലച്ചിലുകളുമാണ് അവളെ ഉയർപ്പിന്റെ തിരിച്ചറിവിലേക്ക് നയിക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തുവിനെ ശിഷ്യ സമൂഹം തിരിച്ചറിയുന്നത് പൊട്ടിയ കല്ലറയിൽ കൂടെയാണ്. സമൂഹത്തിന് വിശ്വസിക്കാൻ ഇത്തരം ഭാഗികമായ അടയാളങ്ങളെന്നും ധാരാളമാണ്. എന്നാൽ ഉദ്ധിതനായ കർത്താവിനെ മറിയ തിരിച്ചറിയുന്നതിലൂടെ അവന്റെ ശബ്ദത്തിൽ കൂടെയാണ്. 16-ാം വാക്യം. മറിയേ എന്ന ശബ്ദം അവളെന്നും കേട്ടുപതിഞ്ഞ താളത്തിലായിരുന്നു. അവൾ മനസ്സിലാക്കുന്ന തലത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അടയാളങ്ങൾക്കപ്പുറമായി വ്യക്തിപരമായ ശബ്ദമായി വിളിയായി യേശു കർത്താവ് അവളുടെ കൂടെ നിന്നു. ഇത് സകല ബുദ്ധിയും കവിയുന്ന അറിവാണ്. ഉയർപ്പിന്റെ യുക്തികളെ ശാസ്ത്രത്തിന്റെ യുക്തികൾ കൊണ്ട് തട്ടിച്ചു നോക്കുന്നവർക്ക് ഈ അനുഭവതലം തിരിച്ചറിയണമെന്നില്ല. എന്നെ തൊടരുത് എന്നത് കർത്താവ് അവളോട് പറയുന്നുണ്ട്. എന്നെ സ്പർശിക്കരുത് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറമായി ഡു നോട്ട് ഗോ ഓൺ ക്ലച്ചിങ് മീ സെൽഫിഷ്ലി ടു യുവേഴ്സസ്.
എന്നെ നിന്റെ സ്വാർത്ഥ തലത്തിൽ മാത്രം ഉൾപ്പെടുത്തരുത്, അങ്ങനെ മാത്രം എന്നെ മനസ്സിലാക്കരുത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. മാത്രമല്ല, ഭയപ്പെടരുത്, ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് മറ്റ് സുവിശേഷകർ വിശദീകരിക്കുന്നത് പോലെ ഈ യോഹന്നാന്റെ ഭാഗവും നമ്മൾ വിശദീകരിക്കണമെന്ന് ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മറിയ തൻ്റെ സങ്കട കണ്ണീരിൻ്റെ മറവിൽ ഉദ്ധിതനായ യേശു കർത്താവിനെ കാണാതിരിക്കുമ്പോൾ സങ്കടങ്ങളുടെയും യുക്തികളുടെയും അപ്പുറത്തുള്ള വിശ്വാസ കാഴ്ചയും അതിൻ്റെ പ്രഖ്യാപനമാണ് ഉയർത്തെഴുന്നേൽപ്പ് അവൾക്ക് നൽകുന്നത്. കണ്ണീര് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവളിൽ നിന്നും മറയ്ക്കുമ്പോൾ അവളുടെ തിരിച്ചറിവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവൾക്ക് വെളിവാക്കുകയാണ്. യേശു മറിയെ അയക്കുന്നത് നിർജീവമായ കല്ലറയിൽ നിന്നും സജീവമായ ഗലീലയുടെ തെരുവിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 28-7 ഗലീല യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഉയർപ്പും മരണത്തിന് ശേഷമുള്ള ഉയർപ്പ് നടന്ന സ്ഥലവുമാണ്. മറിയെ കർത്താവ് അയക്കുന്നത് നാം ധ്യാനിക്കുമ്പോൾ യഹൂദ ചരിത്രത്തിൽ ആൺബോധ്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വെറുമയാക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ ഉയർപ്പിനോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. വുമൺഹുഡ് ഒരു സ്ത്രീത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൂടെയാണ്. കർത്താവ് മറിയെ ഏൽപ്പിക്കുന്ന ദൗത്യം ഉയർപ്പിൻ്റെ സാക്ഷിയാകാനാണ്. അവൾ പോകേണ്ടത് ഹെരോദാവിൻ്റെ തട്ടകമായ ഗലീലയിലേക്കാണ്. കർത്താവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവരുടെ ഇടയിലേക്കാണ്. മറിയെ എന്ന വിളിക്ക് റബൂനി എന്ന പ്രതിവചനത്തിൻ്റെ പേരാണ് ഉയർപ്പ്. റബൂനി എന്നതിന് മയോൺ ഡിയർ ടീച്ചർ എന്നാണ് അർത്ഥം. ആയതിനാൽ ഉയർത്തെഴുന്നേൽപ്പ് ഒരു അനുഭവത്തിൻ്റെ പ്രഖ്യാപനമാണ്, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, ചരിത്രപരമായ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനങ്ങൾക്കായിട്ടാണ് യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഒരു ഭക്തനായ പിതാവിൻ്റെ ശവസംസ്കാര സമയത്ത് തൻ്റെ 2 മക്കൾ അന്ത്യചുംബനം നൽകുകയാണ്. മൂത്ത മകൻ ധനികനായ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ചുംബനം നൽകി കരഞ്ഞുകൊണ്ട് പിതാവിനോട് പറയുന്നു, ഗുഡ് ബൈ മൈ ഡാഡ്. എന്നാൽ 2ാമത്തെ മകൻ ഒരു സുവിശേഷകനാണ്. അവൻ അന്ത്യചുംബനം നൽകി പിതാവിനോട് പ്രത്യാശയോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ഡാഡ് വി വിൽ മീറ്റ് അഗെയിൻ, ഡാഡ് വി വിൽ മീറ്റ് അഗെയിൻ, നമ്മൾ വീണ്ടും കാണും. ഇതാണ് ഉയർപ്പിൻ്റെ പ്രത്യാശ. വി വിൽ മീറ്റ് അഗെയിൻ, കാണും എൻ പേരും. ഈ പ്രത്യാശയുള്ളവരായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രഖ്യാപിക്കുന്നവരായി തീരാം. ആദിമ ക്രിസ്ത്യാനികൾ 2 പേര് കാണുമ്പോൾ പറയുന്ന ആശംസാ വാക്കുകൾ ഇതാണ്, ജീസസ് ഈസ് റിസൺ, യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പം മറ്റേ ആൾ പറയും, യെസ് ഹി ഈസ് റിസൺ ഇൻഡീഡ്, അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ഇതൊരു തിരിച്ചറിവാണ്, ഇത് ഒരു പ്രഖ്യാപനമാണ്. പ്രാർത്ഥിക്കാം. നാഥ, കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നേ. ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാളിൽ ഇത് നൽകുന്ന ഒരു തിരിച്ചറിവും ഇതൊരു പ്രഖ്യാപനമാണെന്നുള്ള ധ്യാനവും ഞങ്ങളുടെ ജീവിതത്തിന് നൂളം ഉണ്ടായി യേശു കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതൊരു യുക്തിക്കപ്പുറമായി അനുഭവതലത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മണ്ണ്